എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പം നമ്മൾ ചെയ്യുന്ന ചിത് ശക്തി വിലാസ് എന്നുള്ള ബുക്കിൻ്റെ റിവ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 20ാമത്തെ ചാപ്റ്ററാണ്. ഈ 20ാമത്തെ ചാപ്റ്ററിന് സ്വാമി മുക്താനന്ദ തന്നിരിക്കുന്ന ഹെഡിങ് എന്തുവാണെന്നറിയാമോ? ദ പിയേഴ്സിങ് ഓഫ് ദി ഓപ്റ്റിക്കൽ ചക്രാസ്. ഇത് കുറച്ച് വലിയ ചാപ്റ്ററാണ്. അപ്പോൾ അതിനെ ഞാൻ കുറേശ്ശെ എടുത്ത് നല്ല രീതിയിൽ വിശദീകരിച്ച് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഹെഡിങ് തന്നെ നോക്കിക്കോളൂ. ദ പിയേഴ്സിങ് ഓഫ് ദ ഓപ്റ്റിക്കൽ ചക്രാസ്. പിയേഴ്സിങ് എന്ന് വെച്ചാൽ എന്തുവാണോ? തുളച്ച് കയറുന്നത്. ഇപ്പോൾ ഒരു ആണിയിട്ട് നമ്മൾ തുളയിട്ട് അകത്തോട്ട് ഈ ഡ്രില്ലിങ് മെഷീൻ വിട്ട് ഇങ്ങനെ എത്ര വലിയ തിക്കായിട്ടുള്ള ചുമരായിരുന്നാലും അകത്ത് കയറ്റുന്നില്ല. അതുപോലെ പിയേഴ്സിങ്, തുളച്ച് കയറുന്നത്. എതിനെയാ പിയേഴ്സിങ്? ഓപ്റ്റിക്കൽ ചക്രാസ്. ഈ ഓപ്റ്റിക്കൽ ചക്ര എന്ന് പറയും, ഓപ്റ്റിക്കൽ എന്ന് വെച്ചാൽ കണ്ണ്. അപ്പം ചക്ര എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ണിൻ്റെയും നടുവിലുള്ള പുരുവ മധ്യയിലുള്ള ഈ 6ാമത്തെ ആജ്ഞാചക്ര. അപ്പോൾ ഇപ്പോൾ എല്ലാം ഒരുവിധം മനസ്സിലാക്കി കാണുമല്ലോ. ഈ ആജ്ഞാചക്രയുടെ ആക്ടിവേഷനെ കുറിച്ചാണ് ഇദ്ദേഹം ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ഘട്ടമാണ്. അതായത് ഏതൊരു സാധകനും മെഡിറ്റേഷനിൽ ധ്യാനത്തിലിരിക്കുമ്പം ഈ ഓപ്റ്റിക്കൽ ചക്ര, ഈ ആജ്ഞാചക്ര, 6ാമത്തെ ചക്ര, അല്ലെങ്കിൽ 3ാമത്തെ കണ്ണ്, അല്ലെങ്കിൽ ജ്ഞാനക്കണ്ണ്, എത്രയോ പേരുകൾ വെച്ചാണ് ആൾക്കാർ വിളിച്ചിരിക്കുന്നത് ഈ ഭാഗത്തിനെ. ഈ ചക്ര ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് വിശുദ്ധി ചക്ര വരെ ആക്ടിവേറ്റഡ് ആണ്. ഇപ്പം കുണ്ടലിനി ശക്തി മേളിൽ കയറി വരുമ്പം ഇപ്പം വന്ന് നിൽക്കുന്നത് ഓപ്റ്റിക്കൽ ചക്രയിൽ. അപ്പോൾ ഈ ഓപ്റ്റിക്കൽ ചക്രയിൽ നിൽക്കുമ്പം അതിനെ തുളച്ച് കയറിയിട്ട് വേണം മേളിൽ കൂടെ സഹസ്രാരത്തിൽ പോകാൻ. അപ്പം സഹസ്രാരത്തിൽ പോയി ചേരുന്നത് ക്ലൈമാക്സ് എന്ന് വെച്ചാലും ഇത് അതിന് മുമ്പേ ഉള്ള വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു ഘട്ടമാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഇദ്ദേഹം വിസ്തരിക്കുന്നത്. അപ്പം നമ്മളും മെഡിറ്റേഷൻ ചെയ്യുന്നു. അപ്പം നമുക്കും ഇങ്ങനത്തെ ഇതേ അനുഭവം വരണമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. ഞാൻ വീണ്ടും എല്ലാ വീഡിയോസിലും പറയുന്ന എന്തിനാന്ന് വെച്ചാൽ, മുക്താനന്ദയ്ക്ക് വന്നല്ലോ, ചുമന്ന ഓറ കണ്ടല്ലോ, അതിൻ്റെ നടുക്ക് വെള്ള ഓറ കണ്ടല്ലോ, അതിൻ്റെ നടുക്ക് കറുത്ത ഓറ കണ്ടല്ലോ, എനിക്കൊന്നും കാണുന്നില്ലല്ലോ. അപ്പം നമുക്ക് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോഴേ ചുമന്ന ഓറ വരും. ഒരു കാത്തിരിപ്പും വേണ്ട, ഒരു എക്സ്പെക്റ്റേഷനും വേണ്ട. ഒന്നിനെയും ഇത് വരും, ഇത് കിട്ടും എന്നുള്ള വിചാരത്തോടു കൂടി നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ മുക്താനന്ദയുടെ സ്ഥിതിഗതി വേറെ, നമ്മുടെ സ്ഥിതിഗതി വേറെ. അദ്ദേഹത്തിൻ്റെ സഞ്ചിത കർമ്മ എങ്ങനെ, നമ്മുടെ സഞ്ചിത കർമ്മ എങ്ങനെ നമുക്കൊന്നുമേ അറിഞ്ഞൂടാ. അതുകൊണ്ട് നമുക്ക് ഇരിക്കുന്നത്, നമ്മളുടെ ജോലി എന്ന് പറയുന്നത് മെഡിറ്റേഷന് വേണ്ടി ഇരുന്ന് കൊടുക്കുന്നത് മാത്രമാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് വരും എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഓപ്റ്റിക്കൽ ചക്ര എന്ന് പറയുന്നത് ഈ ആജ്ഞാചക്ര, 6ാമത്തെ ചക്ര ആക്ടിവേറ്റ് ആകുമ്പം പല കളർ വിഷൻസ് വരും. അതുമാത്രമല്ല ഈ ക്ലെയർവോയൻസ്, അതായത് ദൂരദൃഷ്ടി, ത്രികാലജ്ഞാനി എന്നൊക്കെ പറയുന്നത്, അതായത് കഴിഞ്ഞ കാലം, ഇപ്പം നടക്കുന്നത്, നടക്കാൻ പോകുന്നത്, ഇത് മൂന്നും അറിയാനുള്ള ശക്തി. ദൂരെ നടക്കുന്ന കാര്യങ്ങൾ എത്രയോ കിലോമീറ്റേഴ്സിന് പിന്നെ ദൂരെയുള്ള കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട്, ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത് ഈ ആജ്ഞാചക്ര ഓപ്പൺ ആകുമ്പോഴാണ്. ഇത് കോമൺ ആണ്. ഓക്കെ, പക്ഷേ അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് ഓരോന്നും ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സ്വാമി മുക്താനന്ദയുടെ അനുഭവങ്ങളെയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം ഇപ്പോൾ ഇദ്ദേഹം ഈ ഓപ്റ്റിക്കൽ ചക്ര എന്ന് പറയുന്നത് ഈ ആജ്ഞാചക്ര. അപ്പോൾ ഓപ്റ്റിക്കൽ എന്ന് വെച്ചാൽ ഈ 2 കണ്ണും. അപ്പോൾ ഈ 2 കണ്ണും എങ്ങനെ ആദ്യം ശാംഭവി മുദ്രയ്ക്ക് പോകും. ശാംഭവി മുദ്ര എന്ന് പറയുമ്പോൾ എന്തുവാ? ഈ 2 കണ്ണിൻ്റെ കൃഷ്ണമണിയും ഒന്നിച്ച് നമ്മളിങ്ങനെ നോക്കണം. ഇവിടെ ഒന്നിച്ചിങ്ങനെ നോക്കണം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മഹാവതാർ ബാബാജിയുടെ ഒരു സാധാരണ ഫോട്ടോ എടുത്ത് നോക്കിയാൽ മതി. അദ്ദേഹത്തിന് എപ്പോഴും കണ്ണിങ്ങനെ നിലകുത്തി ഇങ്ങനെ മേളിൽ നോക്കിക്കൊണ്ടിരിക്കും.
ഇപ്പം നമുക്കൊക്കെ 2 നിമിഷം 5 നിമിഷം വെക്കുമ്പോഴേ നമുക്കിവിടെ കണ്ണ് വേദനിക്കും. ഇവിടെ ഒരു കുറുന്ന് ഒരു ഇത് ഉണ്ടാകും. അതിൻ്റെ അർത്ഥം നമ്മളുടെ അറ്റൻഷൻ എവിടെ പോന്നോ അവിടെ എനർജി പോകും. വേർ യുവർ അറ്റൻഷൻ ഗോസ് there യുവർ എനർജി ഫ്ലോസ്. ഓക്കെ, അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ അറ്റൻഷൻ, ഇവിടെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പം നമ്മുടെ എനർജിയെല്ലാം പ്രാണശക്തി അവിടെയാണ് പോകുന്നത്. അപ്പം നമുക്ക് ആ ഒരു കുറുകുറുപ്പ്, ഒരു ഇത്, ഒരു വേദന, അങ്ങനെയൊക്കെ കാണും. പല ഫീലിങ്സ് ഇവിടെ ഉണ്ടാകും. പക്ഷേ ഈ കണ്ണ് രണ്ടും ഇങ്ങനെ നിലകുത്തി നിന്നാൽ മാത്രമേ നമുക്ക് അവിടെ അറ്റൻഷൻ. പിന്നെ ഈ കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുറേ നേരം നമുക്ക് വെച്ചാൽ കണ്ണാണ് വേദനിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് 2 മണിക്കൂർ 3 മണിക്കൂർ കണ്ണ് അനങ്ങാതെ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ന് പറയുമ്പം അതൊക്കെ നമ്മൾ നമ്മളുടെ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ആ കുണ്ടലിനി, നമ്മുടെ ദേഹത്തുള്ള കുണ്ടലിനി ശക്തിയുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കോൺസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കോൺസ്റ്റൻ്റായിട്ട് എന്ന് വെച്ചാൽ നിത്യം ദിവസവും അതിനെ പ്രാക്ടീസ് ചെയ്യണം. അതിന് വേറൊരു ഇതും കൂടെ ഉണ്ട്. അതും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയാമോ, എൻ്റെ ഈ യാത്രകൾ കൊണ്ടാണെന്ന് തോന്നുന്നു അതിനെ അങ്ങ് നിർത്തി ഞാൻ. പക്ഷേ അതിനെ വീണ്ടും ഞാൻ തുടരാൻ കുറേ നാളുകൊണ്ട് അത് വിചാരിച്ചുകൊണ്ടിരിക്കുക, മനസ്സിൽ കിടന്ന് ഓടുവാണ്. അതായത് ഒരു കണ്ണാടി വെച്ചുള്ള സാധന, അതിന് ത്രാട്ടക് എന്ന് പറയും. ഈ ത്രാട്ടക് എന്ന് പറയുന്നത് കണ്ണാടി മുമ്പിലിരുന്നുകൊണ്ട് അതിന് ഒരുപാട് പ്രൊസീജിയറൊക്കെ ഉണ്ട്. നല്ല ഒരു കണ്ണാടി വാങ്ങിച്ച് അതിന് വിളക്ക് കത്തിച്ച് വെച്ച് ആ വിളക്കിനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം വെറുതെ എല്ലാവരും കണ്ണാടി വാങ്ങിച്ച് വിളക്ക് കത്തിച്ചൊന്നും ചെയ്യാൻ തുടങ്ങണ്ട. പക്ഷേ അത് എൻ്റെ ഗുരു മുഖാന്തരം ഞാൻ കേട്ട് വിളക്കിനൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടി ഒരുപാട് പ്രൊസീജിയറുണ്ട്. അതെല്ലാം ഗുരു പറഞ്ഞ പോലെ അനുസരിച്ച് ഞാൻ കുറേ നാൾ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്നതുകൊണ്ടാണ് അതിനെ അങ്ങ് മാറ്റിവെച്ചത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഉൾമനസ്സ് ഒരു മാസം കൊണ്ട് പറയുന്നു വീണ്ടും അത് എടുക്കണം, കണ്ണാടി എടുക്കണം. അപ്പോൾ ആ കണ്ണാടിയെ കാണുമ്പോഴൊക്കെ കണ്ണാടി വേറെ ആരും കാണരുത്. അപ്പം കണ്ണാടിയെ ഞാൻ തുണിയിട്ട് ചുറ്റി അകത്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോഴേ എന്നെ വെളിയിലിട് എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല എൻ്റെ ബുദ്ധിയും പറയുന്നുണ്ട് അതെന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല എന്ന്. അതും ഞാൻ തുടരണം. അപ്പം ഇങ്ങനെയൊക്കെ ഒന്നേ സാധന ചെയ്യണം. സാംഭവ്യ മഹാമുദ്രയിൽ കുറേ നേരം ഇരിക്കണം, അല്ലെങ്കിൽ ഈ ത്രാട്ടക് സാധന ചെയ്യണം. ഒന്നുമില്ല, ഒരു വിളക്ക്, കണ്ണാടി ഇല്ലെങ്കിലും വേണ്ട, ഒരു വിളക്ക്, കണ്ണാടിക്ക് അതിൻ്റെതായ പവറുണ്ട്. ഇപ്പോൾ കണ്ണാടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വിളക്ക് കത്തിച്ച് ആ വിളക്കിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നാലും മതി. അതായത് ഇതൊക്കെ മെഡിറ്റേഷനല്ല, ഇതൊക്കെ കോൺസെൻട്രേഷൻ ടെക്നിക്കാണ്. മെഡിറ്റേഷന് മുമ്പേ ആൾക്കാർ ചെയ്തുകൊണ്ട് വരുന്നതൊക്കെ ഈ കോൺസെൻട്രേഷൻ ടെക്നിക്കാണ്. ഈ മന്ത്രം പറയുന്നു. ഇപ്പം ഈ ആനാപാനസതിയിലും മന്ത്രമേ ഇല്ല, മന്ത്രം ചൊല്ലരുത്, വെറും ശ്വാസത്തിനെ മാത്രം നിരീക്ഷിക്കുക. അതാണ് ആനാപാന. പക്ഷേ ഈ ആനാപാന വന്നത് തന്നെ ഇന്ത്യക്ക് ബുദ്ധരുടെ സമയത്ത് ഒരു 2500 വർഷത്തിന് മുമ്പേയൊക്കെയാണ്. അതിനു മുമ്പേയൊക്കെ ഈ കോൺസെൻട്രേഷൻ ടെക്നിക്കായിരുന്നു എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ കോൺസെൻട്രേഷൻ ടെക്നിക്കും വർക്ക് ചെയ്യും. അതായത് നമ്മളുടെ ശ്രദ്ധയെ ഒരുമുഖപ്പെടുത്തുക വെച്ചാൽ ഒരു സാധനത്തിൽ കൂർത്ത് ഗവനിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഗുരുവിൻ്റെ ഫോട്ടോ ആയിരിക്കാം, നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ ഫോട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെഴുകുവർത്തി കത്തിച്ച് വയ്ക്കാം, ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കാം. ഏതെങ്കിലും ഒരു സാധനത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ മനസ്സ് ഇങ്ങനെ നോക്ക അല്ലെങ്കിൽ ഈ മന്ത്രം ചൊല്ല നമ്മളുടെ മനസ്സ് അടങ്ങും. ഇപ്പം ഈ നമ്മൾ ചെയ്യുന്ന കുസ്തിയും ഈ സർക്കസും ഈ സാധന എന്ന പേരിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കിയാൽ ഒടുക്കം എന്തിനാണോ, ഒറ്റ കാര്യത്തിനാണ്. നമ്മൾ ഈ മനസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം. ഈ മനസ്സിൽ സദാസർവകാലം 5 സെക്കൻഡിനൊരിക്കൽ ഒരു ചിന്ത വരുന്നു. ഇത്രയും ഫാസ്റ്റായിട്ടുള്ള മനസ്സിനെ കാമാക്കാനുള്ള വഴികളാണ് ഇത്രയും നമ്മൾ തലകുത്തി നിന്ന് ചെയ്യുന്ന കുസ്തികളൊക്കെ.
ഓക്കെ, എന്ത് ചെയ്താലും ശരി, ഏത് വഴിയിൽ എന്ത് കോൺസെൻട്രേഷൻ ടെക്നിക്കോ ആനാപാനയോ അല്ലെങ്കിൽ വിപസനയോ ഈ മെഡിറ്റേഷനോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഒടുക്കം നിൽക്കുന്നത് സിദ്ധ വൃദ്ധി നിരോധന. അതാണ് പതഞ്ജലി മുനി പറഞ്ഞിരിക്കുന്നത്. സിദ്ധത്തിൽ മനസ്സിൽ വിവൃത്തിയാകുന്ന തിരിച്ചും വരുന്ന വിചാരങ്ങളെ നിരോധിക്കുക. അപ്പം വിചാരമേ വരാതെ, അതിൻ്റെ സ്റ്റേറ്റിൻ്റെ പേരാണ് നോ തോട്ട് സ്റ്റേറ്റ്. ആ നോ തോട്ട് സ്റ്റേറ്റ് വന്നാൽ, ആ നോ തോട്ട് സ്റ്റേറ്റിൽ കുറേ നേരം നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റിയാൽ അതാണ് മുക്തി. സദ്ഗുരുവൊക്കെ പറയും, ഞാൻ പറഞ്ഞാലേ എൻ്റെ മനസ്സ് വർക്ക് ചെയ്യത്തുള്ളൂ. ശരിയോ, ഇതൊക്കെ കേൾക്കുമ്പോഴേ എങ്ങനെ ഇരിക്കുന്നു? അദ്ദേഹം പറഞ്ഞാലേ മനസ്സ് വർക്ക് ചെയ്യത്തുള്ളൂ, അതുവരെ മിണ്ടാതിരിക്കുമെന്ന്. ഈ സ്റ്റേജൊക്കെ നമുക്ക് എത്തണമെങ്കിൽ ഇനി എത്ര കാലം പിടിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളെല്ലാവരും നമ്മളെ യജമാനനായിട്ടിരുന്ന് നടത്തുന്നത് നമ്മുടെ മനസ്സാണ്, ഇല്ലയോ? അപ്പം നമ്മൾ എന്ന് നമ്മുടെ മനസ്സിനെ കൈകാര്യം ചെയ്ത് അടക്കുന്നു എന്ന് പറയരുത്. അതിനെ നമ്മുടെ വശം കൊണ്ടുവന്ന് നമ്മളതിനൊരു യജമാനനായിട്ട് എന്ന് ഇരിക്കാൻ പറ്റും, അന്നായിരിക്കും നമുക്ക് മുക്തി. ഓക്കെ. അപ്പം തിരിച്ച് ഈ ചുമന്ന ആറ കാണുന്നു, വെള്ള ആറ കാണുന്നു, വെള്ള ലൈറ്റ് കാണുന്നു, വെള്ള ഫ്ലെയിമിനകത്ത് കറുത്ത ഫ്ലെയിം കാണുന്നു. അപ്പം കറുത്ത ഫ്ലെയിമിനെ മര്യാദയ്ക്ക് ഇരുന്ന് കണ്ട് എന്നുവെച്ചാൽ കറുത്ത ഫ്ലെയിമിനെ അവോയ്ഡ് ചെയ്താൽ മെഡിറ്റേഷൻ നിൽക്കും എന്നുള്ളത് മനസ്സിലായി. അപ്പം കാണുന്നതെല്ലാം ഇങ്ങനെ കണ്ട് അതിൻ്റെ കൂടെ അതിൻ്റെ വഴി ചെല്ലുക. അപ്പം ഇദ്ദേഹത്തിന് ഈ കണ്ണൊക്കെ, ഈ കണ്ണിൻ്റെ കൃഷ്ണമണി രണ്ടും ഒന്നിച്ചാവുക. ഈ കണ്ണിൻ്റെ കൃഷ്ണമണി രണ്ടും ഒന്നിച്ചാകുന്നതെന്ന് വെച്ചാൽ ഇവിടെ കൃഷ്ണമണി ഒന്നിച്ച്, അത് ഇങ്ങനെ മേളിൽ നോക്കി നിൽക്കുക. അപ്പം ഇദ്ദേഹത്തിന് രണ്ട് കണ്ണിൽ നിന്നും ഒരു നീല ലൈറ്റ്, ഇത് നാലാമത്തെ, ചുമപ്പ് വെള്ള കറുപ്പ്, ഇത് നാലാമത്തെ ബ്ലൂ ലൈറ്റ്. രണ്ട് കണ്ണിൽ നിന്നും ഒരു നീല കളർ ലൈറ്റ് വെളി വന്നിട്ട് പോന്നു. അപ്പം ഇതിന് നീലോദയ എന്ന് വെച്ചാൽ നീല കളറിൽ ഉദിക്കുന്ന ലൈറ്റ് എന്ന് പറയും. അപ്പം ഈ ബ്ലൂ ലൈറ്റ് ഉദിക്കുന്നത്, അതായത് നമ്മുടെ കണ്ണിൽ കാണുന്നത്, ഇത് ഈ ആജ്ഞാചക്രത്തിനെ ആക്ടിവേറ്റ് ആകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് മെഡിറ്റേഷനിൽ. ബ്ലൂ ലൈറ്റ് കാണണം. പിന്നെ ചിലർക്ക് ഈ ബ്ലൂ ലൈറ്റ് കാണുമ്പോഴേ അയ്യോ എൻ്റെ സാധാരണ രണ്ട് കണ്ണും കാണാതെ പോകുമോ എന്നൊക്കെ പേടിക്കും. അതേമാതിരി ഈ കണ്ണ് കടന്ന് മൊത്തം കണ്ണും വെളിച്ചോട്ട് പോന്നു, താഴെ പോന്നു, റൈറ്റിൽ പോന്നു, ലെഫ്റ്റിൽ പോന്നു, പെട്ടെന്ന് ഉരുളുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ റോളിങ് ചെയ്യുമ്പോഴും നമ്മൾ പേടിക്കരുത്. ഇതൊക്കെ നടക്കുമ്പം നമ്മൾ ക്വയറ്റായിട്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പുറത്ത് ഉള്ള വിശ്വാസത്തിനെക്കാട്ടിലും നമുക്ക് നമ്മുടെ ഗുരുവിൻ്റെ പുറത്തുള്ള സ്നേഹവും മര്യാദയും വിശ്വാസവും, അതുമാത്രമല്ല അതിനും മേലെ ഉള്ള നമ്മുടെ കുണ്ടലിനി ശക്തിയുടെ പുറത്തുള്ള വിശ്വാസം. അതായത് ഒരാളിന് കുണ്ടലിനി ദേഹത്ത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി എണീറ്റ് ഇങ്ങനെ മേളി വരുമ്പോഴാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ കുണ്ടലിനി, ആ ശക്തി, ആ അമ്മ, നമ്മളുടെ അമ്മ, നമ്മളെ എല്ലാവരെയും ജനിപ്പിച്ച അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായികയാകിയ ലളിതാ പരമേശ്വരി, രാജരാജേശ്വരി നമ്മളെ നയിച്ചുകൊണ്ട് പോകും. കണ്ണൊന്നും പോകത്തില്ല. കണ്ണ് പോയാലും പോട്ടെ, എല്ലാം അമ്മയുടെ ഇച്ഛാശക്തി. ഇനി എൻ്റെന്നൊരു ഇച്ഛാശക്തി ഇല്ല. ആ നല്ല ടോട്ടൽ സറണ്ടറിലായിരിക്കണം നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കേണ്ടത്. ഈ രണ്ട് കണ്ണ് പോയാൽ പോട്ടെ, അതിനെക്കാട്ടിലും മൂന്നാമത്തെ കണ്ണ് തുറക്കുന്നല്ലോ. അത് വെച്ച് നമുക്ക് കാര്യങ്ങൾ നടത്തുവാണെങ്കിൽ പിന്നെ രണ്ട് കണ്ണ് പോയാലും പോട്ടെ. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഈ രണ്ട് കണ്ണ് തന്നതും ദേവിയാണ്, എടുക്കുന്നതും ദേവിയാണ്, നടക്കട്ടെ. അപ്പം ഒന്നിനും പേടിക്കരുത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഓൾ മൈ ഫിയേഴ്സ് വാനിഷ്ഡ്. അതായത് അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ഭയങ്ങളെല്ലാം മറഞ്ഞുപോയി. വാനിഷ്ഡ്, ഇരുന്ന ഇടം അറിയാതെ മറഞ്ഞുപോയി. എന്തുകൊണ്ട്?
കുണ്ടലിനി ശക്തിയുടെ പുറത്തുള്ള വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പുറത്തുള്ള വിശ്വാസം. അപ്പം അദ്ദേഹം പറയുന്നത് ഈ ചക്രാസ് എല്ലാം പ്യൂരിഫൈ ആകാത്തവരെ അത് ഇങ്ങനെ മിണ്ടാതിരിക്കും. സാധാരണ രീതിയിൽ ഓരോ ചക്രയ്ക്കും ഒരു ഡേറ്റി ഉണ്ട്, അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുമാതിരി ഓരോ സെൻസ് ഓർഗനും, കണ്ണിന്, മൂക്കിന്, വായ്ക്ക് ഒക്കെ ഒരു ഡേറ്റി ഉണ്ട്. ഡേറ്റി എന്ന് വെച്ചാൽ ഒരു ദേവത ഉണ്ട്. അപ്പോൾ ഈ ഓപ്റ്റിക്കൽ ചക്രാസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുമ്പം ആ ആജ്ഞാചക്രയ്ക്ക് ഉള്ള ഡേറ്റി, ഈ കണ്ണിന് രണ്ടിനും ഉള്ള ഡേറ്റി ഒക്കെ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ അവർ മേലും 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 വീണ്ടും 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 നമുക്ക് നല്ലത് കൊണ്ടുവരും. ഓക്കെ, ഇപ്പോൾ സാധാരണ നമ്മൾ ഈ ലോകത്ത് ഇരിക്കുന്നു, നമ്മുടെ ഈ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നു, നമ്മൾ ചക്രാസിനെ കുറിച്ചൊന്നും ബോധയുടെ അല്ല എന്ന് പറയുമ്പം ആ ചക്രാസിൻ്റെ അതാത് ചക്രാസിൻ്റെയും അതാത് സെൻസ് ഓർഗൻസിൻ്റെയും ഡേറ്റീസ് എല്ലാം ഉറങ്ങുക, മിണ്ടാതിരിക്കുക. അപ്പം എപ്പം നമ്മൾ ഈ സാധനയെ കൂടെ വരുന്നോ, എപ്പം നമുക്ക് സാധനകൾ പല ചെയ്ത് ഗുരുമുഖാന്തരം കുണ്ടലിനി ശക്തിയെ എണീപ്പിക്കുന്നോ അന്ന് ഈ കാര്യങ്ങളെല്ലാം നടക്കും. ഓക്കെ, അപ്പം ചക്രാസ് എല്ലാം പ്യൂരിഫൈ ആകും, ചക്രാസിൻ്റെ ഡേറ്റീസ് എല്ലാം ആക്ടിവേറ്റ് ആകും, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ള ഡേറ്റീസ് എല്ലാം ആക്ടിവേറ്റ് ആകും. അപ്പോഴാണ് ഈ ദൂരദൃഷ്ടി, ക്ലയർവോയൻസ്, ദൂരെ പോകുന്നത്, ദൂരെ നടക്കുന്നത് അറിയുന്നത്, അങ്ങനെയൊക്കെ പലതും നമുക്ക് അറിയാൻ വരുന്നത്. ഓക്കെ, അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹം മെഡിറ്റേഷൻ ചെയ്യുമ്പം ഈ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് കിടന്നു ചുറ്റുന്നില്ല. ചിലപ്പം അദ്ദേഹത്തിനെ കാണാൻ ദർശിക്കാൻ വേണ്ടി വരുന്നല്ലോ, ഈ ദർശന സമയത്ത് പോലും ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഈ കണ്ണിങ്ങനെ കിടന്നു ചുറ്റും. ആളുകൾ കണ്ട് പേടിച്ചിട്ടുണ്ട്. അല്ലേ നേരത്തെ നമ്മൾ കണ്ടേ, ഈ കണ്ണിങ്ങനെ തള്ളി ഇപ്പം വെളി വരും, പോപ്പപ്പ് ഔട്ട് എന്നൊക്കെ വരുമ്പോഴായിരിക്കും അത് അവർ പറയുന്നത്, ഓ സ്വാമിജിക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ പറയുന്നത്. ദേഷ്യം കൊണ്ടൊന്നുമല്ല, അത് അതിൻ്റെ ജോലി ചെയ്യുന്നു, അത് ആക്ടിവേറ്റ് ആയി. അതിനകത്തൊക്കെ കുണ്ടലിനിയുടെ ശക്തി അങ്ങ് പ്രവാഹമായിട്ട് കടന്ന് ഒഴുകുന്നു. അപ്പം അത് അതിൻ്റെ ജോലി ചെയ്യുക, അതിനെ നമ്മൾ കുത്തിത്തിരിച്ച് ആക്ടിവേറ്റ് ഒന്നും ചെയ്യാനൊക്കത്തില്ല. നമുക്ക് സ്ക്രൂ ഡ്രൈവറും ഡ്രില്ലിംഗ് മെഷീൻ വെച്ചൊന്നും പിയേഴ്സ് ചെയ്യാനൊക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് പണ്ട്. ഇപ്പം അതൊന്നും ഞാൻ നോക്കാറേയില്ല. പക്ഷേ പണ്ട് ഞാൻ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഈ തേർഡ് ഐ ഓപ്പണിംഗ് എന്ന് വെച്ചാൽ എന്തുവാ, എങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെ അതിന് പിന്നാലെ കിടന്ന് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്, പല വീഡിയോസും കണ്ടിട്ടുണ്ട്, ഒരുപാട് സമയങ്ങളിരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെയാണ് അതിൻ്റെ ഒരു ജ്ഞാനം കിട്ടിയത്. ഇത് വീഡിയോസ് കാണുന്നതുകൊണ്ടോ നമ്മളായിട്ട് ഒന്ന് ശ്രമിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല, ദൈവമായിട്ട് അനുഗ്രഹിച്ച് തരണം നമുക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പം വല്ലതിൻ്റെയൊക്കെ പുറകെ പോകുന്ന പരിപാടിയൊക്കെ നിർത്തി. പക്ഷേ ഇപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പം കണ്ണ് വേദനിക്കും, ഇദ്ദേഹത്തിനുണ്ട്, കണ്ണ് വേദനിക്കുന്നു, കാത് വേദനിക്കുന്നു, ഈ പുരുവമത്തി, ഈ രണ്ട് പിരിയത്തിൻ്റെയും നടുക്കുള്ള സ്ഥലം വേദനിക്കുന്നു. വേദനയൊക്കെ കാണും. ചിലപ്പോൾ കൂശുന്ന മാതിരിയായിരിക്കും, ചിലപ്പം വേദനയായിരിക്കും, ചിലപ്പം തലവേദനയായിരിക്കും. പക്ഷേ ഈ വേദനയൊന്നും നമ്മളെ ഉപദ്രവിക്കുന്ന വേദനയല്ല, ഒരു സുഖകരമായിട്ടുള്ള വേദനയായിരിക്കും. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഈ ഓറ എല്ലാം കണ്ട് ഈ ഇതിലിരിക്കുമ്പം ഇത് കണ്ണ് അങ്ങനെയൊക്കെ മൂവ്മെൻ്റ് ആകുന്നു, തന്നെ മുദ്ര വരുന്നു, കേച്ചരി മുദ്ര ഇടുന്നു, അങ്ങനെയൊക്കെ ദിവസവും ഇത് ഇങ്ങനെ തുടർന്ന് നടക്കുന്നു. അപ്പം ക്യാരിഡ് ഐ അണ്ടർസ്റ്റുഡ് എവറിത്തിങ് വാസ് ഹാപ്പനിങ് ടു മീ. അപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് നല്ലപോലെ മനസ്സിലായി, ഞാനല്ല ഇതൊന്നും ചെയ്യുന്നേ, അങ്ങനെ വേണം പറയാം, ഞാനല്ല ഇതൊന്നും ചെയ്യുന്നേ, ആ ദേവി അകത്തിരുന്ന് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഒരു വിചാരം വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എല്ലാം അങ്ങ് ശരിയായി. ഒരു ഭയമില്ല, ഒരു ചിന്തയില്ല, ഒന്നുമില്ല. ഇദ്ദേഹത്തിന് ഇപ്പം പറയുന്നത് എനിക്കെന്തോ ആ ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസ് വന്നു. ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസ്, ഇൻറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഉൾവിളി, ഉൾമനസ്സ് പറയുന്നത്. അപ്പോൾ ഈ ഉൾമനസ്സ് പറയുമ്പം അത് പ്രകാരം നടന്നാൽ മതി, വേറെ ഒന്നും അങ്ങേർക്ക് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അദ്ദേഹം പറയുക, അതുമാത്രമല്ല, ഇപ്പം അനാഹത ചക്ര ആക്ടിവേറ്റായി,
വിശുദ്ധി ആക്ടിവേറ്റായി, അതിന് പിന്നാണല്ലോ ആജ്ഞയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ അനാഗത ചക്രം ആക്ടിവേറ്റ് ആയപ്പം തൊട്ടേ അദ്ദേഹത്തിൻ്റെ നാക്ക് ഇങ്ങനെ താഴെ വന്ന് നെഞ്ചി തൊട്ടു എന്ന് പറയുന്നില്ല. അപ്പോൾ ഈ അനാഗത ചക്രം ആക്ടിവേറ്റ് ആയപ്പം തന്നെ അങ്ങേർക്ക് ലവ് എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. ഈ ലവ് എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ പെണ്ണിന് ഒരു റോസും കൊടുത്ത് ഐ ലവ് യു പറയുന്ന ലവ് അല്ല, ലോകത്തിലുള്ള എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള ഒരു ലവ്. ഓക്കെ, അതിൽ പഠിച്ചവൻ പഠിക്കാത്തവൻ, പണമുള്ളവൻ പണമില്ലാത്തവൻ, ഏഴ പണക്കാരൻ, കുഷ്ഠരോഗി, നല്ല ഹെൽത്തുള്ളവൻ, അസുഖം പിടിച്ചവൻ, സുന്ദരൻ അതിസുന്ദരൻ, കാണാൻ കൊള്ളരുതാത്തവൾ, അങ്ങനെ ആണ് പെണ്ണ് യാതൊരു വ്യത്യാസവുമില്ല. ലോകത്തിലുള്ള എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ്, ആ മനസ്സും ആ ലവും നമുക്ക് ഇപ്പോഴങ്ങ് നമുക്ക് പറഞ്ഞാൽ അത് മനസ്സിലാകത്തുമില്ല. നമുക്ക് ആകെ അറിഞ്ഞത് ഒരു ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന ലവാണ്. അതെല്ലാം സ്വാർത്ഥതയാണ്. എൻ്റെ കൊച്ചുമോള്, എൻ്റെ മോള്, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ ഡ്രസ്സ്, ഞാൻ എൻ്റെ, ഇതേ ഉള്ളൂ നമുക്ക്. ആ ചെറിയ വട്ടത്തിനകത്താണ് നമ്മൾ കിടന്ന് ഇങ്ങനെ ചക്രശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുന്നത്. ഇതൊന്നുമല്ല ജീവിതം. അപ്പോൾ എന്ന് നമുക്ക് അനാഗത ചക്രം ആക്ടിവേറ്റ് ആകുന്നോ അന്നായിരിക്കും ഈ യൂണിവേഴ്സൽ ലവ് ആൻഡ് ബ്രദർഹുഡ്. യൂണിവേഴ്സൽ ലവ് ആൻഡ് ബ്രദർഹുഡ് എന്ന് വെച്ചാൽ യൂണിവേഴ്സിലുള്ള എല്ലാ ജീവജന്തുക്കളെയും നമുക്ക് ഒരുപോലെ കണ്ട് സ്നേഹിക്കാനുള്ള ആ ഒരു മനസ്ഥിതി അത് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതുണ്ട്. അപ്പോൾ ഈ പണ്ട് ഉണ്ടായിരുന്ന ഈ സെക്ഷുവൽ ഡിസയർ അത് ഇതൊക്കെ എപ്പോഴോ പോയി. അതൊക്കെ സ്വാധിഷ്ഠാനം വരെയല്ലേ ഉള്ളൂ. സ്വാധിഷ്ഠാനം ആക്ടിവേറ്റായി പലതും കണ്ട് അങ്ങേരും പല പ്രയാസങ്ങൾ അനുഭവിച്ചു, പിന്നെ മനസ്സിലാക്കി, അതോടുകൂടി അതൊക്കെ പോയി. അതിന് പിന്നെ മണിപൂരകം വന്നു, അനാഹതം വന്നു. അനാഹതത്തിൽ വരുമ്പം തന്നെ അദ്ദേഹത്തിന് ഈ യൂണിവേഴ്സൽ ലവ് ആൻഡ് ബ്രദർഹുഡ്, കാണുന്നതെല്ലാം നമ്മളുടെ സഹോദര സഹോദരികളാണ്, നമ്മളുടെ അമ്മയാണ്, നമ്മളുടെ ചേച്ചിയാണ്, നമ്മളുടെ സഹോദരനാണ് എന്ന് തോന്നാനും അവരെ സ്നേഹിക്കാനുമുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നു. അപ്പം അദ്ദേഹം ആലോചിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇദ്ദേഹം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതായത് ഈ ലോകത്ത് ഉള്ള ജീവിതത്തിൽ നമ്മളും പലരെയും സ്നേഹിക്കുന്നുണ്ട്, പലരും നമ്മളെയും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ ഒരേ ഒരാളിൻ്റെ സ്നേഹം മാത്രമാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അതാരുടെയാ? നമ്മുടെ പെറ്റമ്മയുടെ. അപ്പം നമ്മളെ പെറ്റമ്മയ്ക്ക് മാത്രമേ ഈ അൺകണ്ടീഷണൽ ലവ് ഉള്ളൂ. അൺകണ്ടീഷണൽ ലവ് എന്ന് വെച്ചാൽ എന്തുവാ എന്ന് വെച്ചാൽ, അതായത് ബാക്കി എല്ലാ ലവും കണ്ടീഷണൽ ലവ് എന്നാണ് പറയുന്നത്. നീ എനിക്കിത് ചെയ്താ ഞാൻ നിനക്കത് ചെയ്തു തരാം. ഇപ്പം മാരേജ് എന്ന് പറഞ്ഞാലേ അതൊരു കോൺട്രാക്റ്റാണ്. ഭർത്താവ് വെളിയിൽ പോകുന്നു, കാശ് ഉണ്ടാക്കുന്നു, കൊണ്ടുവരുന്നു. ഭർത്താവ് സുരക്ഷിതമായിട്ട് നോക്കുന്നു, ഭാര്യയെ നോക്കുന്നു, മക്കളെ നോക്കുന്നു, ഭാര്യയ്ക്കും മക്കൾക്കും വീട്ടിനും വേണ്ടിയതെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഭാര്യയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ വെച്ച് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു, തുണി നനയ്ക്കുന്നു, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കുന്നു. ഇത് ഇപ്പം ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷേ മാറ്റങ്ങൾ ഇപ്പം പെണ്ണുങ്ങൾ പഠിക്കുന്നു, പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഒരു 50-50 നീ പൈസ കൊണ്ടുവരുന്നു, ഞാനും പൈസ കൊണ്ടുവരുന്നു, രണ്ടുപേരും ഇടുന്നു, രണ്ടുപേരും ഒരുപോലെ കാശ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഫാമിലിയെ റൺ ചെയ്യുന്നു. നീ ഇത് ചെയ്, ഞാൻ ഇത് ചെയ്യും. മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ നീ പാത്രം കഴുകുക, മറ്റേ 3 ദിവസം ഞാൻ പാത്രം കഴുകുക, നീ വീട് തൊട. എന്നുവെച്ചാൽ രണ്ടുപേരും ജോലിക്ക് പോകുന്നു, രണ്ടുപേരും ഈക്വലായിട്ട് സമ്പാദിച്ചുകൊണ്ട് വരുന്നു. അപ്പം നീയും പാത്രം തേയ്, നീ അടുക്കളയിൽ കയറ്. നീ മുമ്പൊക്കെ ആണുങ്ങൾ അടുക്കളയിലേ വരരുത്. എൻ്റെ ഹസ്ബൻഡൊക്കെ അടുക്കള എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ ഞങ്ങളുടെ അമ്മായിയമ്മ അത്രയ്ക്ക് വഴക്ക് പറയും. നായന്മാരുടെ വീട്ടിൽ ആരെങ്കിലും അടുക്കളയിൽ കയറുവാടാ ആണുങ്ങൾ എന്നൊക്കെ പറഞ്ഞ ദിവസങ്ങളുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ല ഓണത്തിനും അതിനൊക്കെ വലിയ വലിയ ഉരുളിയിൽ ഞങ്ങളുടെ വീട്ടിൽ പായസം ചെയ്യും. തിരുച്ചിയിൽ
അപ്പോഴും ഇവിടുന്നൊക്കെ കുറേ വലിയ വലിയ ഉരുളികൾ കൊണ്ടുപോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ അപ്പൂപ്പൻ ഒരു കാലത്ത് ആയുർവേദ ഡോക്ടറായിരുന്നല്ലോ, വൈദ്യനായിരുന്നല്ലോ. അപ്പം ഈ മരുന്ന് കാച്ചാനും കലക്കാനും ഒക്കെ ഉള്ള അതിലൊക്കെയാണ് പിന്നെ പായസം വയ്ക്കാനും തേങ്ങാപ്പാൽ പിഴിയാനും ഒക്കെ എൻ്റെ അച്ഛൻ വേണം. പക്ഷേ ബാക്കി സമയത്തൊക്കെ ആണുങ്ങൾ അടുക്കളയ്ക്ക് കയറരുത് എന്നൊക്കെയാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാം മാറി. എന്നാലും ഈ മാരേജിൽ നിന്ന് നോക്കിയാലും ശരി, ഏത് ബന്ധത്തിൽ നോക്കിയാലും ശരി, എല്ലാം കണ്ടീഷണൽ ലവാണ്. നീ എനിക്കത് തരുന്നു, ഞാനിത് തരാം. അപ്പോൾ എൻ്റെ ഗുരുജി പറയും, നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്ക്, ഞാൻ മരിക്കാൻ പോന്നു, നമ്മളുടെ ഭയങ്കര സ്നേഹത്തിലാണല്ലോ, ഞാൻ മരിക്കുമ്പോൾ നീ എൻ്റെ കൂടെ വരുമോ? പണി നോക്ക്, എനിക്കിവിടെ വേറെ പണികളുണ്ട്, അല്ലെങ്കിൽ പോയി പള്ളിയിൽ പറ എന്നേ പറയത്തുള്ളൂ. ചിലർ വായ തുറന്ന് പറയും, ചിലർ മനസ്സിൽ പറയത്തില്ല, മനസ്സിൽ വിചാരിക്കും. ആരായിരുന്നാലും ശരി. ഇപ്പോൾ ഭർത്താവ് ഭാര്യയെ വിളിച്ച്, ഇതേ നമ്മൾ രണ്ടുപേരും 40 കൊല്ലം ഒന്നിച്ച് ജീവിച്ചു, ഞാനിപ്പം ഡെത്ത് ബെഡിലാണ് കിടക്കുന്നത്, ഞാൻ ഇന്നോ നാളെയോ പോകും, നീ എൻ്റെ കൂടെ മരിക്കാൻ തയ്യാറാണോ ചോദിച്ചാൽ അത് പിന്നെ ആവട്ടെ ചേട്ടാ, അത് വേണ്ട. ആരാ ഇപ്പം നമുക്ക് കൂടെ മരിക്കാൻ തയ്യാറാവുന്നത്? എനിക്ക് നമ്മുടെ മക്കളെ നോക്കണ്ടേ? ഏതെങ്കിലുമൊക്കെ ചാക്കുപോക്ക് പറയും, കാരണങ്ങൾ കാണിക്കും. പക്ഷേ ആരാ ലൈഫ് പാർട്ട്ണറോട് കൂടി മരിക്കാൻ തയ്യാറാവുന്നത്? പണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാലേ, ഒരു ഭർത്താവ് മരിക്കുമ്പം ആ ചിതയിൽ പെണ്ണും ആ ഭാര്യയും വീണ് മരിക്കുന്നു എന്ന് പറയുന്നതൊക്കെ അങ്ങേ അറ്റത്തെ സംഭവങ്ങളായിരുന്നു. പിന്നെ ആൾക്കാർ പെണ്ണുങ്ങളെ തള്ളിവിട്ട് കൊല്ലും പോലും, അങ്ങനെയും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വളരെ റെയറാണ്. പിന്നെ ഇപ്പോഴും ഞാൻ ചില കാര്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, ഈ 50 വർഷം 60 വർഷമൊക്കെ ഒന്നിച്ച്, ഇപ്പോൾ 10-20 വയസ്സിൽ കല്യാണമാകും, അപ്പോൾ 80 വയസ്സ് വരെ ഒന്നിച്ചിരിക്കും. അപ്പോൾ വയസ്സാകുമ്പോൾ അവർ തമ്മിൽ ഭയങ്കര അന്യോന്യം കൂടും. എന്നുവെച്ചാൽ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാനില്ലല്ലോ. അപ്പോൾ എനിക്ക് ഞാൻ, നിനക്ക് നീ എന്നുള്ള രീതിയിൽ വളരെ അന്യോന്യമായിട്ട് ജീവിക്കും. അങ്ങനെ സത്യമായിട്ടും സത്യസന്ധമായിട്ടും സ്നേഹത്തോടെ ജീവിക്കുന്ന ആളുകളുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അത് വളരെ അപൂർവമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം ഈ ഭർത്താവ് മരിച്ച 1 വർഷത്തേക്ക് ഭാര്യ വെളിയിൽ ഇറങ്ങത്തില്ല. ആദ്യത്തെ ആണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തേ പിന്നീടേ ഭാര്യ വെളിയിൽ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ആ 1 ഇയറിനകം ഭാര്യയും കൂടെ മരിക്കും. അപ്പോൾ ഭാര്യയ്ക്ക് ഒരുപാട് ഇങ്ങനെ സ്വപ്നങ്ങൾ വരും. സ്വപ്നത്തിൽ ഭർത്താവ് വന്ന് വിളിക്കും, നീയും വാ, നീ ഇല്ലാതെ എനിക്ക് എൻ്റെ ലോകത്ത് അവിടെ ജീവിക്കാൻ വയ്യ, നീ വാ എന്നൊക്കെ വിളിക്കും പോലും. അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞതും കണ്ടതും കേട്ടതും ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാലും സ്വാമി മുക്താനന്ദ പറയുന്നത് തന്നെയാണ് എൻ്റെ ഗുരുനാഥനും പറഞ്ഞിട്ടുള്ളത്. ഈ ലോകത്ത് ഉള്ള സ്നേഹമെല്ലാം കണ്ടീഷണൽ ലവാണ്. ഈ ലോകത്ത് ഒറ്റ ലവേ ഉള്ളൂ, അൺകണ്ടീഷണൽ ലവ്. അത് അമ്മയുടെ ലവ്, പെറ്റമ്മയുടെ ലവ്. പക്ഷേ ഈ കലിയുഗത്ത് ആ അൺകണ്ടീഷണൽ ലവിനും വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. നമ്മളും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ന്യൂസ് പേപ്പറിൽ, അങ്ങനെ ഇങ്ങനെയൊക്കെ അവിഹിത ബന്ധങ്ങളും, അതുകൊണ്ട് സ്വന്തം പെറ്റമ്മ കുഞ്ഞിനെ കിണറ്റിയിടുന്നതും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കലിയുഗത്തിൻ്റെ ഒരു ശാപക്കേട് എന്ന് നമ്മൾ എടുത്താൽ മതി. പക്ഷേ ഈ ലോകത്ത് നോക്കുമ്പം അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് അമ്മയുടെ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനേക്കാട്ടിലും ഉപരി നമ്മളുടെ എല്ലാവരുടെയും അമ്മയായ ദേവിയുടെ സ്നേഹമാണ് പ്യുവർ ലവ്. അപ്പം ആ ലവിന് വേണ്ടിയാണ് ആ ലവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. ഇപ്പം അദ്ദേഹം പറയുന്നത്, ഹ്യൂമൻ ലവ് ഈസ് അൺമോട്ടിവേറ്റഡ് ടെൻഡർനെസ് ഓഫ് ദ ഹാർട്ട്. അൺമോട്ടിവേറ്റഡ്, അതിനൊരു തൂണ്ടുതൽ വേണ്ട. ഒരു തൂണ്ടാനൊരു, ഇപ്പോൾ ഒരു വിളക്ക് കത്തുന്നു, കുറഞ്ഞ് വരുമ്പോഴേ അതിനെ ഒരു കമ്പ് വെച്ച് നമ്മളിങ്ങനെ തൂണ്ടി വിടും. അപ്പം ആ തൂണ്ടുതൽ ഇല്ലാത്ത ഒരു ഹാർട്ടിൻ്റെ ഒരു സ്ഥിതിയാണ് ആ സ്നേഹം എന്ന് പറയുന്നത്. ഹ്യൂമൻ ലവ് ഓൾവേസ് ഹാസ് സം മോട്ടീവ് ബിഹൈൻഡ് ഇറ്റ്. ബാക്കി എല്ലാ സ്നേഹത്തിൻ്റെയും പുറയിൽ ഒരു ഉദ്ദേശമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ലവ്, ഇറ്റ് ഈസ് ഓൺലി സെൽഫിഷ്നെസ് ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ്.
ദ ഓൺലി പ്യുവർ ലവ് ഈസ് ഗോഡ്സ് ലവ്. അപ്പം പ്യുവറായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് ആ അമ്മയുടെയാണ്. അമ്മയാണ് ഇത്രയും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായികി, ഇത്രയും ലോകങ്ങളെ സൃഷ്ടിച്ച്, ഇത്രയും ജീവജന്തുക്കളെ സൃഷ്ടിച്ച്, ഇത്രയും മനുഷ്യങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നോക്കുന്ന ആ അമ്മയുടെ സ്നേഹം മാത്രമാണ് അൺകണ്ടീഷണൽ ലവ്. അപ്പോൾ ആ അൺകണ്ടീഷണൽ ലവ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ അനാഹത ചക്രം തുറക്കണം. അപ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റുന്നു. എല്ലാവരെയും ഒരുപോലെ ആ പ്യോർ ലവ് വെച്ച് അദ്ദേഹത്തിന് എല്ലാവരെയും നോക്കാനും കാണാനും പറ്റുന്നു. അത് എന്താണെന്ന് വെച്ചാൽ അത് ആ കുണ്ടലിനി ശക്തി അനാഹത ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ അനാഹത ചക്രം കഴിഞ്ഞ് വിശുദ്ധിയിലും പോയിട്ട് ഇപ്പോൾ ആജ്ഞാചക്രയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്നാണ് പറയുന്നത്. ഇനിയും കുറച്ചും കൂടെ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അത് നമ്മൾ അടുത്ത 2 വീഡിയോയിലായിട്ട് കാണാം. എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ അത് നമ്മൾ ഡീപ്പായിട്ട് ചിന്തിക്കണം. ഇതൊക്കെ എന്തുവാ സ്വാമി മുക്താനന്ദ പറയുന്നു. അതിന് ഇപ്പം ഇതിൽ എൻ്റെയും കൂടെ കുറച്ച് വ്യാഖ്യാനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ മണിക്കൂറുകൾ കേട്ടിട്ട് കാര്യമില്ല. കുറച്ച് കേട്ടാലും അതിനെ നല്ലപോലെ മനസ്സിലിട്ട് ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഇത് നിർത്തുന്നു. ഇനി ഒരു 2 വീഡിയോയിലായിട്ട് ഈ ചാപ്റ്ററിനെ നമുക്ക് തീർക്കാം. നന്ദി, നമസ്കാരം.